ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഊത്തപ്പമാണ്. മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഊത്തപ്പത്തിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദോശ ബാറ്ററാണ്. ഇത് ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 250 ml. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത് ഇടാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇടാം. ഇനി അതിലേക്ക് കുറച്ച് ചീര ചെറുതായി അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത്, 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികം ഇടരുത് കേട്ടോ, നമ്മൾ ദോശ ബാറ്ററിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തില്ല, സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് ഊത്തപ്പത്തിലേക്ക് ആ ചുട്ടെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഇടാനായിട്ട്. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ക്യാപ്സിക്കം വേണമെങ്കിൽ അത് ഇടാം, ക്യാബേജ് വേണമെങ്കിൽ ഇടാം. നമുക്ക് ഊത്തപ്പം തയ്യാറാക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ദോശമാവ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്ക് പരത്തുന്നത് പോലെ ഇതങ്ങനെ അധികം പരത്തണ്ട കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ എടുത്താൽ മതിയേ, വലുതായിട്ട് പരത്തണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഇതിൽ ചെറിയ ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാട്ടോ വെച്ച് കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം, ഇല്ല ഓയിലാണെങ്കിൽ ഓയിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. കണ്ടോ, നല്ല സൂപ്പർ വെജ് മിക്സ് ഊത്തപ്പം റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കാം. ഇനി നമുക്ക് വീണ്ടും ആദ്യം ചെയ്തതുപോലെ ഒരു തവി മാവ് ഒഴിക്കാം. ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഹോൾസൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിടാം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ വെജ് മിക്സ് ഊത്തപ്പം റെഡിയായി. അങ്ങനെ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ
വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ നേരത്തെ വെക്കുകയാണെങ്കിൽ രാവിലെ ഊത്തപ്പം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ഊത്തപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.